ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് കെഎസ്ആർടിസി ജീവനക്കാർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ചത് മൂലം പലയിടങ്ങളിലും സർവീസ് റദ്ദാക്കി. ജീവനക്കാരുടെ കുറവ് മൂലം കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. ജീവനക്കാരുടെ അപ്രതീക്ഷിതമായ സമരം യാത്രക്കാരെയും PSC ഉദ്യോഗാർത്ഥികളെയും വലച്ചു. അതേസമയം പ്രതിഷേധം ശക്തമായതോടെ നവംബറിലെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയതായി ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജീവനക്കാരുടെ സമരം മൂലം കോഴിക്കോട് ഡിപ്പോയിലെ 75% സർവീസുകൾ റദ്ദാക്കി. താമരശ്ശേരി, തിരുവമ്പാടി ഡിപ്പോകളിൽ 6 സർവീസുകൾ തടസ്സപ്പെട്ടു. എറണാകുളത്ത് 30% ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെ പകുതിയോളം സർവീസുകൾ മുടങ്ങി. കോട്ടയത്ത് 17ഉം ചങ്ങനാശ്ശേരിയിൽ 10 സർവീസുകളും റദ്ദാക്കി. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഡിപ്പോകളിലെല്ലാം 90% സർവീസുകൾ മുടങ്ങി. ചെങ്ങന്നൂരിൽ നിന്നുള്ള പമ്പ സർവീസ് മാത്രമാണ് മുടക്കം കൂടാതെ നടക്കുന്നത്. കോട്ടയത്തും പമ്പ സർവീസുകളും ദീർഘദൂര സർവീസുകളും നടക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ കാരണം തീരദേശപാതയിൽ ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതിനൊപ്പം KSRTC സർവീസുകളും വെട്ടിച്ചുരുക്കിയത് ആലപ്പുഴയിൽ യാത്രാ ദുരിതം ഇരട്ടിപ്പിച്ചു. കൊല്ലം കൊട്ടാരക്കര ഡിപ്പോയിലെ ജീവനക്കാർ ഉച്ചയ്ക്ക് ശേഷം പണിമുടക്കി. MC റോഡ് ഉപരോധിച്ച ജീവനക്കാർ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറ്റിവിട്ടില്ല. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള PSC പരീക്ഷ ഇന്നാണ് നടന്നത്. ജീവനക്കാരുടെ അപ്രഖ്യാപിത സമരം ഈ ഉദ്യോഗാർത്ഥികളെയും ബാധിച്ചു. 4-ാം തീയതി ശമ്പളം നൽകാമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാലിക്കാതായതോടെയാണ് തൊഴിലാളികൾ അപ്രഖ്യാപിത സമരത്തിലേക്ക് നീങ്ങിയത്. അതേസമയം സമരം മറ്റു ജില്ലകളിലേക്ക് വ്യാപിച്ചതോടെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയതായി ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവും ആരംഭിച്ചതായി മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് KSRTC ഇപ്പോൾ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ ജീവനക്കാരെ കൂടി വിശ്വാസത്തിലെടുക്കാത്തത് പ്രതിസന്ധി മൂർച്ഛിപ്പിച്ചു. നിയമനിർമ്മാണ സഭയുടെ അകത്തളങ്ങളിൽ കയറി പ്രതിഷേധിക്കേണ്ടി വന്നിട്ടും പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ഉണ്ടാകാത്തത് അവഗണനയായി മാത്രമേ കാണാനാകൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.